2010 ആസിഫ് അലിയുടെ ഒരു സിനിമ, അതായത് അപൂർവരാഗം എന്ന ചിത്രം ഞാൻ തിയേറ്ററിൽ കാണുന്നത്. തിരുവനന്തപുരം ധന്യ തിയേറ്ററിലാണ് ഞാൻ ആ ചിത്രം കണ്ടത്. ഞാൻ ആ ചിത്രം കാണാൻ പോയപ്പോൾ സംവിധാനം ആരെന്ന് നോക്കിയപ്പോൾ സിബി മലയിലാണ് സിനിമയുടെ സംവിധായകൻ. അതുകൊണ്ട് തന്നെ ആ ചിത്രം കാണാമെന്ന് കരുതിയിട്ടാണ് ഞാൻ അപൂർവരാഗം എന്ന ചിത്രം കാണാൻ തിരുവനന്തപുരം ധന്യ തിയേറ്ററിൽ പോയത്. തിയേറ്ററിൽ കണ്ട കാഴ്ച ഒരു ഹൗസ്ഫുൾ എന്ന് പറയുന്ന തരത്തിൽ ഒരു സീറ്റ് പോലും ഒഴിവില്ലാത്ത തരത്തിലുള്ള ഒരു കാഴ്ചയാണ് ഞാൻ അന്ന് തിരുവനന്തപുരം ധന്യ തിയേറ്ററിൽ കണ്ടത്. സിബി മലയിൽ ചിത്രം എന്നതിലുപരി സിബി മലയിൽ സ്ഥിരമായി എടുത്തുകൊണ്ടിരുന്ന ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചിത്രം കൂടിയായിരുന്നു അപൂർവരാഗം എന്ന ചിത്രം. എന്തായാലും ചിത്രം നിരാശപ്പെടുത്തിയില്ല. അതിലെ നായകന്മാരായി 2 പേർ അഭിനയിച്ചിരുന്നു, ആസിഫ് അലിയും നിഷാനും. ഈ നിഷാനെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കിഷ്കിന്ധാകാന്ഡത്തിലൂടെ വീണ്ടും കാണുവാനും കഴിഞ്ഞു. എന്തായാലും അപൂർവരാഗം ആ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു ട്രെൻഡ് സെറ്റർ സിനിമകൾ, അതായത് ഒരു ന്യൂ ജെൻ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. 2010 ഒരു വ്യത്യസ്തമായ പ്രമേയവും വ്യത്യസ്തമായ അഭിനയ രീതിയും. ഞാൻ തിയേറ്ററിൽ ഞാനിരുന്ന് ചിന്തിച്ചത്, ഈ സിബി മലയിലിനെ പോലെ ഒരു സംവിധായകൻ ഇങ്ങനെ ഒരു ചിത്രം എങ്ങനെ എടുത്തു എന്നാണ് ഞാൻ ആലോചിച്ചത്. കാര്യം അത്രയ്ക്കും വേണ്ടി ഒരു ന്യൂ ജെൻ സ്പർശമുള്ള ഒരു സിനിമയായിരുന്നു അപൂർവരാഗം എന്ന ആസിഫ് അലി ചിത്രം. അപൂർവരാഗം എന്ന സിനിമയെ തുടർന്ന് ഞാൻ കരുതിയത് ആസിഫ് അലി എന്ന നടനൊപ്പം തന്നെ നിഷാൻ എന്ന നടനും മലയാള സിനിമയുടെ മെയിൻ സ്ട്രീം സിനിമയിലേക്ക് കടന്നു വരും, സജീവമാകുമെന്ന് കരുതി. പക്ഷേ നിഷാനെ പിന്നെ സിനിമകളിലേക്കൊന്നും കണ്ടതുമില്ല. പക്ഷേ ആസിഫ് അലി ചെറിയ ചെറിയ റോളുകളിലായാലും അഭിനയിച്ച് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. എന്തായാലും ഒരു കാര്യം പറയാൻ കഴിയും, ആസിഫ് അലി എന്ന നടന് തനതായ ആരെയും അനുകരിക്കുകയോ അങ്ങനെയുള്ള ഒരു അനുകരണത്തിൽ പോലെയുള്ള അഭിനയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആസിഫ് അലിക്ക് സ്വന്തമായിട്ടുള്ള ഒരു അഭിനയ ശൈലി ഉള്ളതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. കൂമൻ എന്ന ചിത്രം, അതായത് എനിക്ക് തോന്നുന്നു 2023 തോന്നുന്നു കൂമൻ സിനിമ ഞാൻ കാണാൻ പോയത്. എന്തായാലും ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമ ആയതുകൊണ്ട് തന്നെ ഒരു സസ്പെൻസ് എലിമെൻറ്റ് അതിനുള്ളിൽ ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് ഞാൻ കൂമൻ എന്ന സിനിമ കാണാൻ പോയത്. അതിൽ നായകനായിട്ട് അഭിനയിക്കുന്നത് ആസിഫ് അലിയാണ്. എന്തായാലും ആ സിനിമ നിരാശപ്പെടുത്തിയ ഒരു സിനിമയല്ല. എന്തായാലും തിയേറ്ററിൽ കണ്ടപ്പോൾ വളരെ നമുക്ക് ഒരു കണ്ടിരിക്കാൻ തോന്നുന്ന ഒരു സിനിമയായിരുന്നു ഈ കൂമൻ എന്ന ചിത്രം. അതിലെ ഈ പോലീസ് ആയിരുന്നിട്ട് കൂടി ഒരു കള്ളനായി മാറുന്ന ഒരു കഥാപാത്രമാണ് ആസിഫ് അലി ചെയ്തത്. എന്തായാലും ആസിഫ് അലിയുടെ ആ ക്യാരക്ടർ എനിക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ടു. അതിൽ ആസിഫ് അലി ഒരു നല്ല, അതായത് അഭിനയത്തിൻ്റെ ഒരു ബാലപാഠങ്ങളിൽ നിന്നും ഒരു മിനുസമാർന്ന അഭിനയ തലത്തിലേക്ക് ആസിഫ് അലി മാറി എന്ന് എനിക്ക് കൂമൻ സിനിമ കണ്ടപ്പോൾ തോന്നി. ഒരു സസ്പെൻസ് സിനിമയാണെങ്കിലും ആ സിനിമയിലെ ആസിഫ് അലിയുടെ അഭിനയം ഒരു പടി മുന്നിൽ നിൽക്കുന്നതായിരുന്നു. 2024 ആസിഫ് അലി അഭിനയിച്ച ഒരു ചിത്രമായിരുന്നു തലവൻ ആദ്യം റിലീസായപ്പോൾ, ഒപ്പം ബിജു മേനനും ഉള്ള ഒരു ചിത്രമാണ്. തലവൻ ആദ്യം റിലീസ് ചെയ്തപ്പോൾ ഈ സിനിമ കാണണോ വേണ്ടയോ എന്നിങ്ങനെ ഞാൻ ആലോചിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി തലവൻ എന്ന സിനിമയിൽ എന്തോ ഒരു കണ്ടിരിക്കാവുന്ന ഒരു കണ്ടന്റ് ഉണ്ട് എന്നുള്ള കാര്യം. അങ്ങനെയാണ് ഞാൻ തലവൻ കാണാൻ പോകുന്നത്. എന്തായാലും തലവനിൽ ബിജു മേനോനൊപ്പം തുല്യ പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ ബിജു മേനോനൊപ്പം നിന്ന് അഭിനയിച്ച ഒരു വ്യത്യസ്തമായ ഒരു ആസിഫ് അലിയുടെ പ്രകടനമായിരുന്നു തലവനിൽ കണ്ടത്. എന്തായാലും ആസിഫ് അലിയുടെ അഭിനയ ജീവിതത്തിൽ മുന്നോട്ട് വരുംതോറും കൂടുതൽ നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാനുള്ള ഒരു കഴിവ് ആസിഫ് അലി ഇപ്പോൾ നേടിയെടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് തലവൻ കണ്ടപ്പോൾ മനസ്സിലായി. കാര്യം ആ ക്യാരക്ടർ അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ്. അത് അഭിനയിച്ച് ഫലിപ്പിച്ച് എടുക്കുവാനുള്ള കഴിവ് എന്തായാലും ആസിഫ് അലിക്ക് കൈവന്നിരിക്കുന്നു എന്നുള്ളത് എനിക്ക് തലവൻ കണ്ടപ്പോഴും മനസ്സിലായി. അപ്പോൾ ആസിഫ് അലി എന്ന നടൻ ഒരു പൂർണ്ണതയിലേക്ക് പോകുന്നതിൻ്റെ ഒരു സൂചനയാണ് എനിക്ക് ആ ചിത്രം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന കിഷ്കിന്ധാകാന്ഡം എന്ന ചിത്രം, ആ ചിത്രത്തിൽ ആസിഫ് അലിയാണല്ലോ നായകൻ. ആ സിനിമയിൽ ഒരു വ്യത്യസ്തമാർന്ന ഒരു കഥ പറയുന്ന ഒരു സിനിമയാണ് കിഷ്കിന്ധാകാന്ഡം. എന്നാലും ആ ചിത്രത്തിലുടനീളം അഭിനയ സാധ്യതയുള്ള മുഹൂർത്തങ്ങൾ ഒരുപാടുള്ള ഒരു ചിത്രമാണ് ഈ കിഷ്കിന്ധാകാന്ഡം എന്ന ചിത്രം. എന്തായാലും ഈ ഓണക്കാലത്ത് വന്നതിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രം കൂടിയാണ് കിഷ്കിന്ധാകാന്ഡം. എന്തായാലും ഈ കിഷ്കിന്ധാകാന്ഡത്തിൻ്റെ വിജയത്തോടു കൂടി ആസിഫ് അലി എന്ന നടന് ഒരു പൊൻതൂവലാണ്, അഭിനയത്തിൻ്റെ ഒരു പൊൻതൂവൽ കൂടി കൈവന്നിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. കാര്യം ആസിഫ് അലി എന്ന നടൻ ഒരു മലയാള സിനിമയുടെ ഭാഗമായി കഴിഞ്ഞു എന്ന് തോന്നാവുന്ന തരത്തിലുള്ള ക്യാരക്ടറുകളാണ് ഇപ്പോൾ ആസിഫ് അലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആസിഫ് അലി ഒരു മികച്ച നടൻ എന്ന ലെവലിലേക്ക്, ആ ഒരു തലത്തിലേക്ക് ആസിഫ് അലി എത്തിയിരിക്കുന്നു എന്ന് വേണം ഈ കിഷ്കിന്ധാകാന്ഡവും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ പറയാനുള്ളത്.